ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. നിർമ്മാണം പാതി പൂർത്തിയായപ്പോഴേ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടപാതയായി മാറിക്കഴിഞ്ഞു മലയോര ഹൈവേ. പാതയുടെ ഇരുവശത്തുമായി നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കുന്നും മലകളും പച്ചപ്പും ഉൾപ്പെടെയുള്ള പ്രകൃതി മനോഹാരിത ഏവരുടെയും മനം നിറയ്ക്കും. കുട്ടിക്കാനത്ത് നിന്ന് ആരംഭിക്കുന്ന മലയോര ഹൈവേയിൽ ഏലപ്പാറ, ചപ്പാത്ത് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ആദ്യ 2 റീച്ചുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ദൃശ്യങ്ങൾക്കൊപ്പം പ്രകൃതിയൊരുക്കിയ മനോഹര കാഴ്ചകളുടെ കലവറയാണ് പാതയുടെ ഇരുവശങ്ങളും. കാഴ്ചക്കാർക്കായുള്ള പവലിയനും ഇടയ്ക്കിടെ സെൽഫി പോയിന്റും ഒക്കെയുള്ളതിനാൽ മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങാറ്. പാർക്കിംഗ് ഏരിയയും വിശ്രമ കേന്ദ്രങ്ങളും വഴിയോര ഇഴിപ്പിടങ്ങളും ഉൾപ്പെടെയുള്ളവ പാതയോരത്ത് വിഭാവനം ചെയ്തിരുന്നു. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയിലെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മലയോര ഹൈവേയെ മാറ്റാനാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. ഇടുക്കി മറയൂർ പഞ്ചായത്തിലെ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട 40 വനിതകൾ ഇരുചക്ര വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കി. കനവ് പദ്ധതിയിലൂടെ നടത്തിയ പരിശീലനത്തിനൊടുവിലാണ് ഇവർ ലൈസൻസിന് അർഹരായത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് മറയൂർ പഞ്ചായത്തിലെ 24 ഗോത്രവർഗ കുടികളിലെ വനിതകൾക്കായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെ കനവ് പദ്ധതി നടപ്പാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഗോത്രവർഗ വനിതകൾക്കായി ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ഡ്രൈവിംഗ് പരിശീലനത്തിനായി ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ട തുക സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തി. സിലബസ് അനുസരിച്ചുള്ള ശാസ്ത്രീയ പഠന സൗകര്യങ്ങൾ മറയൂരിൽ വെച്ച് നൽകി. മലയാളത്തിലും തമിഴിലും ലേണേഴ്സ് പഠന സൗകര്യങ്ങൾ ഒരുക്കി. എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന ഡ്രൈവിംഗ് സിമുലേറ്ററിലും പരിശീലനം നൽകി. തുടർന്ന് നടത്തിയ ഡ്രൈവിംഗ് ടെസ്റ്റിൽ 43-ൽ 40 പേരും വിജയിച്ച് ലൈസൻസും കരസ്ഥമാക്കി. കേരളത്തിന്റെ വനസമ്പത്തായ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള പദ്ധതിയുമായി പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ. 925 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള റിസർവിൽ നിന്ന് ഒരു വർഷം 1.90 ലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡ് സംഭരിക്കപ്പെടുന്നുണ്ടെന്നാണ് പഠനം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, ഡൽഹി ആസ്ഥാനമായുള്ള ദി എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എന്നീ ഏജൻസികൾ ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത്. 3 ഏജൻസികളും ചേർന്ന് ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ പെരിയാർ വനമേഖല ഉപയോഗപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏജൻസികളിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് നേടാനാകുമെന്നാണ് വിലയിരുത്തൽ. അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതോ വേർതിരിച്ച് ഇല്ലാതാക്കുന്നതോ ആയ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ് ഒരു കാർബൺ ക്രെഡിറ്റ്. മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാതാക്കിയാൽ 1 കാർബൺ ക്രെഡിറ്റ് ലഭിക്കും. ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം വനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വനസംരക്ഷണം, മനുഷ്യമൃഗ സംഘർഷം ലഘൂകരിക്കൽ എന്നിവയ്ക്കായി വിനിയോഗിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. MG സർവകലാശാല കലോത്സവം ദസ്തക് അണ്ടിൽ ലാസ്റ്റ് ബ്രീത്തിന് തൊടുപുഴ അല്ലസർ കോളേജിൽ തിരിതെളിഞ്ഞു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ കോളേജുകൾ ഉൾപ്പെടെ 300ഓളം അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇത് 3ാം തവണയാണ് MG കലോത്സവത്തിന് ഇടുക്കി ജില്ല വേദിയാകുന്നത്. അൽ അസർ ക്യാമ്പസിലെ 9 വേദികളിലായി 88 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. 278 കോളേജുകളിലെ 6396 പേർ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 5 ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളും കലോത്സവത്തിന്റെ ഭാഗമാണ്. സ്റ്റാൻഡപ്പ് കോമഡി അടക്കം ഇത്തവണ 15 പുതിയ ഇനങ്ങളുണ്ട്. കഴിഞ്ഞ കലോത്സവത്തേക്കാൾ കൂടുതൽ രജിസ്ട്രേഷനും ഇത്തവണയുണ്ട്. 5 കെട്ടിടങ്ങളിലായി 100ലേറെ ഗ്രീൻ റൂമുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 7 ദിവസവും കലോത്സവം നിയന്ത്രിക്കാൻ മുഴുവൻ സമയ വോളണ്ടിയർമാരായി 500 പേരുണ്ട്. ഇതിൽ 150 പേർ വനിതകളാണ്. മൂന്നാറിൽ മാലിന്യം നീക്കാൻ പഞ്ചായത്ത് അധികൃതരും സാമൂഹിക സംഘടനകളും പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. വിവിധ സർക്കാർ വകുപ്പുകളും ഒത്തുചേർന്നതോടെ മൂന്നാറിലെ മാലിന്യ നീക്കം ചരിത്രമായി. കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് സീറോ വേസ്റ്റ് മെഗാ ക്ലീനപ്പ് ഡ്രൈവ് എന്ന പേരിൽ മൂന്നാറിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ജനകീയ പങ്കാളിത്തത്തോടെ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനെ മാലിന്യമുക്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.